ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ മറുപടി നൽകും. അനധികൃത കുടിയേറ്റക്കാരെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ പൌരന്മാരെ അമേരിക്കയിൽ നിന്നും മടക്കിയയച്ച വിഷയത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. 38ാമത് ദേശീയ ഗെയിംസിൽ 29 സ്വർണവുമായി മേധാവിത്വം തുടർന്ന് കർണാടക. കേരളം 24 മെഡലുമായി 9ാം സ്ഥാനത്ത്. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. സ്ത്രീകളുടെ കായിക ഇനങ്ങളിൽ മത്സരിക്കുന്നതിൽ നിന്ന് ട്രാൻസ്ജെൻഡർ വനിതകളെ ഒഴിവാക്കുന്ന ഉത്തരവിൽ ഒപ്പുവച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം രാജ്യസഭയിൽ മറുപടി നൽകും. നന്ദിപ്രമേയം ലോക്സഭ ചൊവ്വാഴ്ച പാസാക്കിയിരുന്നു. അതേസമയം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നടപടിക്രമങ്ങൾ തടസ്സപ്പെട്ടു. അനധികൃത കുടിയേറ്റക്കാരെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ പൌരന്മാരെ അമേരിക്കയിൽ നിന്നും മടക്കിയയച്ച വിഷയം ഉന്നയിച്ചാണ് പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയിൽ രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി, തൃണമൂൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുദ്രാവാക്യങ്ങളുമായി രംഗത്ത് വന്നു. വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. എന്നാൽ ഒരു വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ ചർച്ച അനുവദിക്കാനാവില്ലെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാന രീതിയിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറിയത്. തുടർന്ന് ഇരുസഭകളിലും നടപടികൾ 12 മണിവരെ നിർത്തിവച്ചു. ലോക്സഭയിൽ പിന്നീട് നടപടികൾ പുനരാരംഭിച്ചപ്പോഴും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതിനാൽ സഭ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യസഭയിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. അനധികൃത കുടിയേറ്റക്കാരെന്നാരോപിച്ച് ഇന്ത്യൻ പൌരന്മാരെ അമേരിക്ക മടക്കിയയച്ച വിഷയത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ ഇന്ന് പ്രസ്താവന നടത്തിയേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ വികസനത്തിന്റെ പാതയിലേക്ക് എത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ത്രിപുരയിലെ 2806 യുവജനങ്ങൾക്ക് ഓൺലൈനായി നിയമന ഉത്തരവുകൾ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 3 കരാറുകളിലൂടെ ത്രിപുരയിൽ സമാധാനം ഉറപ്പുവരുത്തുന്നതിനും മോദി സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. हमने इस 10 साल में 3 समझौते कर त्रिपुरा की शांति को आगे बढ़ाने का काम किया है और सबसे बड़ी बात त्रिपुरा में ब्रू और रियांग जाति के भाइयों बहनों को परमानेंट निवास की जगह देकर शिक्षा की व्यवस्था, स्वास्थ्य की व्यवस्था और रोजगारी देकर उनके जीवन में नया बदलाव हम लाए हैं. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നാളെ രാവിലെ 9 മണിക്ക് നിയമസഭയിൽ അവതരിപ്പിക്കും. വയനാട് പുനരധിവാസം, ക്ഷേമ പെൻഷൻ വർധന, വിഴിഞ്ഞം പദ്ധതി എന്നിവയുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിയമസഭയിൽ ഈ മാസം 10 മുതൽ 13 വരെ ബജറ്റിന്മേലുള്ള ചർച്ച നടക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 3 ദിവസത്തെ പണനയ അവലോകന യോഗം മുംബൈയിൽ പുരോഗമിക്കുന്നു. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകൾ സംബന്ധിച്ച തീരുമാനങ്ങൾ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര നാളെ പ്രഖ്യാപിക്കും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ മറ്റന്നാൾ. ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ 60.4% പോളിംഗ്. തമിഴ്നാട്ടിലെ ഈറോഡ് ഈസ്റ്റ് നിയമസഭാ മണ്ഡലത്തിലേക്കും ഉത്തർപ്രദേശിലെ മിൽക്കിപൂർ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പുകളും ഇന്നലെ നടന്നു. 38ാമത് ദേശീയ ഗെയിംസിൽ 29 സ്വർണവുമായി മേധാവിത്വം തുടർന്ന് കർണാടക. സർവീസസ് 2ാമതും മധ്യപ്രദേശ് 3ാം സ്ഥാനത്തുമാണ്. 9 സ്വർണം ഉൾപ്പെടെ 24 മെഡലുമായി 9ാം സ്ഥാനത്താണ് കേരളം. തായ്ക്കൊണ്ടയിലും കൈറൂബിലും മെഡൽ പ്രതീക്ഷയുമായി കേരള താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. ഫുട്ബോൾ ഫൈനലിൽ കേരള ടീം നാളെ ഉത്തരാഖണ്ഡിനെ നേരിടും. ഗെയിംസിലെ അത്ലറ്റിക് മത്സരങ്ങൾക്ക് മറ്റന്നാളാണ് തുടക്കമാവുക. ജമ്മു കാശ്മീരിലെ സുരക്ഷാ സ്ഥിതികൾ സംബന്ധിച്ച അവലോകന യോഗം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. ലഫ്റ്റനന്റ് ഗവർണറും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. തീവ്രവാദ മുക്ത ജമ്മു കാശ്മീർ എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം അതിവേഗം അടുക്കുകയാണെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. നുഴഞ്ഞുകയറ്റം ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ അദ്ദേഹം കേന്ദ്ര ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പാറശാല ഷാരോൺ വധക്കേസിൽ സെഷൻസ് കോടതി പുറപ്പെടുവിച്ച ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി ഗ്രീഷ്മ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത്. അപ്പീൽ ഹർജി കോടതി ഇന്ന് പരിഗണിക്കുമെന്നാണ് സൂചന. നിലവിൽ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുകയാണ് ഗ്രീഷ്മ. കണ്ണൂരിൽ പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനം വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കണ്ണൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഇൻചാർജ് ജയൻ ഡൊമിനിക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. വിവിധ സ്റ്റേഷനുകളിലായി 700 പരാതികളാണ് ലഭിച്ചത്. 10 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കണക്ക്. ഇടുക്കി മറയൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മറയൂർ ചമ്പക്കാട്ടിൽ വിമലാണ് കൊല്ലപ്പെട്ടത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിന് അകത്തുള്ള കള്ളിക്കാട് ഭാഗത്ത് ഫയർലൈൻ ഇടാൻ പോയ സംഘത്തെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് FC ഗോവ ഒഡീഷ FCയെ നേരിടും. രാത്രി 7:30 ഗോവയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മോഹൻ ബഗാൻ പഞ്ചാബ് FCയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഇതോടെ 46 പോയിന്റുമായി മോഹൻ ബഗാൻ ഈ സീസണിൽ പ്ലേ ഓഫ് യോഗ്യത നേടുന്ന ആദ്യ ടീമായി. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 ആദ്യ മത്സരം. ഇന്ത്യൻ ടീമിനെ രോഹിത് ശർമ്മ നയിക്കും. 3 മത്സരങ്ങളുടെ പരമ്പരയിലെ രണ്ടാം മത്സരം ഞായറാഴ്ച കട്ടക്കിലും അവസാന മത്സരം 12-ന് അഹമ്മദാബാദിലുമാണ്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം തുടരുന്നു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 344 പോയിന്റ് ഇടിഞ്ഞ് 77,927-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 106 പോയിന്റ് താഴ്ന്ന് 23,589-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ നേരിയ വർധന. പവന് 200 രൂപ കൂടി 63,440 രൂപയും ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 7,930 രൂപയുമാണ് ഇന്നത്തെ വില. സ്ത്രീകളുടെ കായിക ഇനങ്ങളിൽ മത്സരിക്കുന്നതിൽ നിന്ന് ട്രാൻസ്ജെൻഡർ വനിതകളെ ഒഴിവാക്കുന്ന ഉത്തരവിൽ ഒപ്പുവച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഉത്തരവ് അനുസരിക്കാൻ വിസമ്മതിക്കുന്ന സ്കൂളുകൾക്കുള്ള ഫെഡറൽ ഫണ്ട് പിൻവലിക്കും. അന്താരാഷ്ട്ര തലത്തിൽ സമാനമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അന്താരാഷ്ട്ര ഒളിമ്പിക് സമിതിയിൽ പ്രേരണ ചെലുത്തണമെന്നും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു. അമേരിക്കൻ അന്താരാഷ്ട്ര വികസന ഏജൻസിയെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ലയിപ്പിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിന്റെ പിന്നാലെ ലോകമെമ്പാടുമുള്ള എല്ലാ ജീവനക്കാരെയും തിരികെ വിളിക്കാൻ തീരുമാനിച്ച് USAID. 10,000-ലേറെ ഉദ്യോഗസ്ഥരിൽ 2/3 60ഓളം വിദേശ രാജ്യങ്ങളിലായാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇവരെ 30 ദിവസത്തിനകം തിരിച്ചു വിളിക്കാനാണ് തീരുമാനം. ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നും വരുന്ന പാഴ്സലുകൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് US പോസ്റ്റ് സർവീസ് പിന്മാറി. വ്യാപാര രംഗത്ത് ഗുരുതരമായ പ്രത്യാഘാതത്തിന് തീരുമാനം വഴിവെക്കുമെന്ന ആശങ്കയെ തുടർന്നാണ് പിന്മാറ്റം. ചൈനയ്ക്കെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ അധിക തീരുവയുടെ തുടർച്ചയായാണ് പാക്കേജുകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. അധികാരമേറ്റ ശേഷം ട്രംപ് ഭരണകൂടം സ്വീകരിച്ച വിവിധ നടപടികൾക്കെതിരെ വിവിധ അമേരിക്കൻ നഗരങ്ങളിൽ പ്രതിഷേധം. അനധികൃത കുടിയേറ്റം, ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾ, ഗാസ നിലപാട് എന്നിവയിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ടാണ് ഫിലാഡൽഫിയ, കാലിഫോർണിയ, മിഷിഗൺ, ടെക്സാസ് എന്നിവിടങ്ങളിൽ ആയിരക്കണക്കിന് പേർ പ്രതിഷേധവുമായി അണിനിരന്നത്. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറുമെന്ന് അറിയിച്ച് അർജന്റീന. ആരോഗ്യ പരിപാലനത്തിലെ അഭിപ്രായ ഭിന്നതകളാണ് സംഘടനയിൽ നിന്ന് പിന്മാറാൻ കാരണം. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചതിന് പിന്നാലെയാണ് അർജന്റീനയുടെ ഈ നീക്കം. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദ്ര അബ്ദല്ലായറ്റുമായി ഇന്നലെ ടെലിഫോണിൽ സംസാരിച്ചു. ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് ഇരുവരും ചർച്ച നടത്തി. പുതുതായി ചുമതലയേറ്റ SCO സെക്രട്ടറി ജനറലുമായും ശ്രീ ജയശങ്കർ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഗ്രീസ് വിദേശകാര്യമന്ത്രി ജോർജ് ജെറാപെട്രീസ് ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഗ്രീസ് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും സന്ദർശനം സഹായകമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ മറുപടി നൽകും. അനധികൃത കുടിയേറ്റക്കാരെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ പൌരന്മാരെ അമേരിക്കയിൽ നിന്ന് മടക്കിയയച്ച വിഷയത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. 38ാമത് ദേശീയ ഗെയിംസിൽ 29 സ്വർണവുമായി മേധാവിത്വം തുടർന്ന് കർണാടക. കേരളം 24 മെഡലുമായി 9ാം സ്ഥാനത്ത്.
ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. സ്ത്രീകളുടെ കായിക ഇനങ്ങളിൽ മത്സരിക്കുന്നതിൽ നിന്ന് ട്രാൻസ്ജെൻഡർ വനിതകളെ ഒഴിവാക്കുന്ന ഉത്തരവിൽ ഒപ്പുവച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.